How can we use how often? എത്ര തവണ, എത്ര ഇടവിട്ട്, എപ്പോഴൊക്കെ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഹൗ ഓഫൺ ഡു യു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. ഹൗ ഓഫൺ ഡു യു എക്സസൈസ്? നീ എപ്പോഴൊക്കെയാണ് വ്യായാമം ചെയ്യുന്നത്? ഹൗ ഓഫൺ ഡു യു ടോക്ക് ടു യുവർ പാരൻസ്? നിങ്ങളുടെ മാതാപിതാക്കളുമായി എപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്? ഹൗ ഓഫൺ ഡു യു ടോക്ക് ടു യുവർ പാരൻസ്? ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ സിനിമ? നിങ്ങൾ എപ്പോഴൊക്കെ സിനിമയ്ക്ക് പോകാറുണ്ട്? ഹൗ ഓഫൺ ഡു യു ഗോ ടു ദ സിനിമ? ഹൗ ഓഫൺ ഡു യു ഗോ ടു സ്വിമ്മിങ്? നിങ്ങൾ എപ്പോഴൊക്കെ നീന്താൻ പോകുന്നു എന്നാണ്. എന്താണ് നമുക്കതിനൊരു ഉത്തരം നൽകാൻ കഴിയുന്നത്? അബൌട്ട് 3 or 4 times a week യൂഷ്വലി. സാധാരണയായി ആഴ്ചയിൽ 3-4 തവണ എന്ന് നമുക്ക് ഉത്തരം പറയാം. അബൌട്ട് 3 or 4 times a week യൂഷ്വലി. ഇത്തരത്തിലാണ് ഹൗ ഓഫൺ ഡു യു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം. ഹൗ ഓഫൺ ഡു യു സീ ഹർ? എപ്പോഴൊക്കെ നിങ്ങൾ അവളെ കാണുന്നു? ഇതിന് എത്തരത്തിലാണ് നമുക്ക് മറുപടി നൽകാൻ കഴിയുക? ഐ സീ ഹെർ ഓൾമോസ്റ്റ് എവറി ഡേ. ഇനി ഞാൻ അവളെ കാണാറില്ല എന്നാണ് പറയുന്നതെങ്കിലോ? ഐ ഓൾമോസ്റ്റ് നെവർ സീ ഹെർ എവറി ഡേ എന്ന് പറഞ്ഞാൽ മതി. ഹൗ ഓഫൺ ഡു യു പ്ലേ സ്പോർട്സ്? നിങ്ങൾ എപ്പോഴൊക്കെ സ്പോർട്സ് കളിക്കുന്നു? എന്താണ് ഇതിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുക? ആസ് ഓഫൺ ആസ് പോസിബിൾ, കഴിയുന്നത്ര തവണ. നെക്സ്റ്റ്, ഹൗ ഓഫൺ ഡു യു ഹാവ് യുവർ ഹെയർ കട്ട്? എത്ര തവണ നിങ്ങൾ മുടി മുറിക്കുന്നു? എന്താണ് ഇതിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുക? സാധാരണ മാസത്തിൽ ഒരു പ്രാവശ്യം, യൂഷ്വലി വൺസ് എ മന്ത്. ഇനി അല്പം തലമുടി കൂടുതൽ വളരുന്നവരാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ബട്ട് സംടൈംസ് ട്വൈസ് എ മന്ത് എന്ന് പറഞ്ഞാൽ മതി. വിനോദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹൗ ഓഫൺ ഡു യു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൗ ഓഫൺ ഡു യു ഗോ ടു വാച്ച് മൂവീസ്? നിങ്ങൾ എപ്പോഴൊക്കെ സിനിമ കാണാൻ പോകുന്നു? നെക്സ്റ്റ്, ഹൗ ഓഫൺ ഡു യു ഫൈൻഡ് ടൈം ടു ലിസൺ ടു മ്യൂസിക്? എന്താണ് അർത്ഥം? നിങ്ങൾ എപ്പോഴൊക്കെയാണ് സംഗീതം ആസ്വദിക്കാൻ സമയം കണ്ടെത്തുന്നത്? നെക്സ്റ്റ്, ഹൗ ഓഫൺ ഡു യു ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ എപ്പോഴൊക്കെ കൂട്ടുകാരുമായി പുറത്തു പോകുന്നു? നമുക്ക് ഇതിനെല്ലാം എങ്ങനെയാണ് ഉത്തരം പറയാൻ കഴിയുക? സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഓൾവേസ് നമുക്ക് നോക്കാം. ഐ ഓൾവേസ് ഗോ ഔട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ. അതായത് ഞാൻ എല്ലായ്പ്പോഴും ഉച്ച കഴിഞ്ഞ് പുറത്തു പോകാറുണ്ട്. ഐ ഓൾവേസ് ഗോ ഔട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ഐ ഓൾവേസ് ഗോ ഔട്ട് ഓൺ സൺഡേ നൈറ്റ്സ്. അതായത് ഞാൻ എല്ലായ്പ്പോഴും ഞായറാഴ്ച രാത്രി പുറത്തു പോകാറുണ്ട്. ഇതുപോലെ തന്നെ നെവർ, സംടൈംസ്, റെയർലി, എവരി വീക്ക്, എവരി ഡേ, എവരി നൈറ്റ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ഹീ നെവർ പ്ലേസ് ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ ഒരിക്കലും സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി സംടൈംസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയാം? സംടൈംസ് ഐ ഗോ ഔട്ട് വിത്ത് മൈ ഡിയർ ഫ്രണ്ട്. അതായത് ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടൊപ്പം പുറത്തു പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു. റയർലി ഉപയോഗിച്ചുകൊണ്ട്, റയർലി അപൂർവമായി, ഹീ റയർലി ഗോസ് ടു ദ ഓഫീസ്. അവൻ അപൂർവമായി ഓഫീസിൽ പോകുന്നു. അവൻ ജോലി കിട്ടിയിട്ടും ഓഫീസിൽ പോകാതിരിക്കുകയാണ്. അതുകൊണ്ട് ഹീ റയർലി ഗോസ് ടു ദ ഓഫീസ്. ഹൗ ഓഫൺ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? എന്താണ് ഇതിന് ഉത്തരം പറയാൻ കഴിയുക? ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവറി ഡേ, അല്ലെങ്കിൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവറി നൈറ്റ്, ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവറി വീക്ക് എന്നിങ്ങനെയൊക്കെ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. ഇനി ഹൗ ഓഫൺ മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. ഹൗ ഓഫൺ ഷുഡ് യു ഗോ ദെയർ? നിങ്ങൾ എത്ര തവണ അവിടെ പോകണം? ഹൗ ഓഫൺ ഷുഡ് ഐ ടേക്ക് ദിസ് മെഡിസിൻ? എത്ര തവണ ഞാൻ ഈ മരുന്ന് കഴിക്കണം? ഹൗ ഓഫൺ ഷുഡ് ഐ ടേക്ക് ദിസ് മെഡിസിൻ? ഹൗ ഓഫൺ യു ഹാവ് ബീൻ അബ്രോഡ്? നിങ്ങൾ എത്ര തവണ വിദേശത്ത് പോയിട്ടുണ്ട്? എങ്ങനെയാണ് ഇതിന് ഉത്തരം പറയാൻ കഴിയുക? ഐ ഹാവ് ബീൻ അബ്രോഡ് ട്വൈസ്. ഞാൻ 2 തവണ വിദേശത്ത് പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ അബ്രോഡ് ട്വൈസ്. ഇനി ഞാൻ പോയിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? ഒരു നെവർ കൂട്ടിച്ചേർത്താൽ മതി. ഐ ഹാവ് നെവർ ബീൻ അബ്രോഡ്. അപ്പോൾ ഇത്തരത്തിൽ ഹൗ ഓഫൺ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ നൽകാനും നമുക്ക് സാധിക്കും. നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ ഹൗ ഓഫൺ എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.